ഹലോ, സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത്. കാണാത്തവർ ഫസ്റ്റ് വീഡിയോ പോയി ഒന്ന് കാണണേ. മോർണിംഗ് തന്നെ എണീറ്റ് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 8:30 ആകുന്നതേ ഉള്ളൂ. 8:30 ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങും. കട്ടപ്പനയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. അപ്പോൾ ഇക്കാക്ക് കുളിച്ച് കുട്ടപ്പനായിട്ട് ദേ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലേക്ക് ആടുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ സാരി PS. എന്തു ചിക്കാക്ക ഇങ്ങനെ സങ്കടം വന്ന മാതിരിക്കണ? ഇപ്പം നമ്മൾ കട്ടപ്പനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് സെമിനാർ ഉണ്ട് രാവിലെ. അപ്പോൾ ചേച്ചീനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലോട്ട് പോകും. ചേച്ചിയുടെ അമ്മച്ചിയാണ് കേട്ടോ ഇത്. ഭാവ നല്ല ഉറക്കത്തിലാണ്. വോമിറ്റിംഗ് ടെൻഡൻസിൽ ഇരിക്കുന്ന നിൽക്കാക്കുകയാണെങ്കിലും ഫുള്ള് വോമിറ്റ് ചെയ്തത് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ പോവാണ്. കയ്യിൽ 2 കയ്യിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നെയിൽ എക്സ്റ്റൻഷൻ യൂസ് ആക്കുന്നത്. ടൈം ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം അവിടെ ഫുഡ് ഉണ്ട് എങ്കിലും എനിക്ക് കയ്യിൽ ഫുള്ള് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ ഗ്രൂമിങ് നടക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കാടൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ക്ലൈമറ്റും സൂപ്പറാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ കണ്ണിൽ ബ്ലൂ കളർ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. എൻ്റെ കണ്ണ് ചെറുതായിട്ട് ചുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ലെൻസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും അവരുടെ കൂടെ ചെറുതായിട്ട് കമ്പനി കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. നമ്മുടെ കോമ്പറ്റീഷൻ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം നാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കോർട്ടെക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഹെയർ കളറിനെ ഒട്ടും ഡെപ്ത് കുറഞ്ഞ
ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു അവസരത്തില് ഞങ്ങളുടെ എം ഡി അമേരിക്ക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഷെജി സാർ അവർ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച പ്രോഗ്രാമാണ്. പക്ഷേ ഈ ഷോറൂമിന്റെ തിരക്കാൻ നമുക്ക് എത്താൻ സാധിച്ചില്ല. അതിനാലാണ് എന്നെ മുന്നോട്ട് വിട്ടത്. അപ്പോൾ സിനിമാസിനെ കുറിച്ച് ഡോക്ടറിനെ ലോജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വേറെയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, സോങ്സും ഡാൻസും ഫാഷൻ ഷോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിരിക്കുന്ന റിയൽ ആയിട്ടുള്ള മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഓഡിയോ കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ മ്യൂസിക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
please. Powered by C Masters, co-powered by Fashion Wheels, High Range Villas, Mitra Beauty World, KB Worthy and Silks നൽകുന്ന സമ്മാനം. നമ്മുടെ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാ മോഡൽ കാരണം നമ്മൾ ഇത്ര വർഷമായിട്ട് ഭയങ്കര ആഗ്രഹിച്ചു. മെയിൻ അവാർഡ്സ് ഉണ്ട്. ജഡ്ജസ് പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്, പ്ലീസ് കം. Now chess number please. 115. Platinum awards goes to chess number 115. Chess number 115. Congratulations. To do the honors, would like to request Ma'am Jisha to do the honors. Yes, Ma'am Jisha, please. Select now 2025 bridal makeover by Ma'am Jisha. കേരളത്തിന്റെ ഏറ്റവും നല്ലൊരു വിഷയം നൽകുന്നു. താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്യാണ്. അപ്പൊ ടോയ്ലറ്റ് ചോടൻ നമുക്ക് കാണട്ടെ. എമ്പുരാൻ മാർച്ച് 27 റിലീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സന്തോഷ വേളയിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി എനങ്ങല്ലേട്ടാ അങ്ങനെ നമ്മുടെ പരിപാടിയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ മോഡൽസ് ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ പരിപാടി അടിപൊളിയായിരുന്നു. പരിപാടിയുടെ ചെറിയൊരു പോർഷൻ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ കേട്ടോ. ഇവിടെ നടന്നതെല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇക്കാക്കയായിരുന്നു വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പൊന്മുടിയിലാണല്ലോ വീട്. ഇവിടുന്ന് ഒരു 1 hour കൂടുതൽ ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ടേക്ക്. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴത്തേനും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് സുഖമായി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 10 മണി വരെ സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 12 മണിയോടുകൂടി ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇത് പൊന്മുഴി ഡാമിൻ്റെ എക്കോ പോയിൻ്റ് ആണ്. ഞാൻ എക്സ്ട്രാ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മ്യൂസിക് റിയൽ ആയിട്ടുള്ളത് കേൾക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. ആ ആംബിയൻസ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ആ എക്കോ വയ്ക്കണതല്ല.
നല്ല കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ തന്നെ, അവിടുത്തെ ആംബിയൻസും. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു, കന്നമായിട്ടുള്ള വെയിലായിരുന്നു. പക്ഷെ അവിടുത്തെ ആ ഒരു ചെറിയ തണുപ്പിൽ നമ്മളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കുഞ്ഞുമണിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് നടക്കുന്നത്. പിക്കൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇരുന്നൊക്കെ തരും കേട്ടോ. നടക്കാനും ഓടാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് ഓടാൻ കുറച്ചധികം ഇഷ്ടമാണ്. ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞാവ ഇപ്പോഴാണ് ഈ കാക്കാൻ്റെ കയ്യിലൊന്ന് പോയത് കേട്ടോ. ഇത്രയും ദിവസം കാക്കാൻ്റെ കയ്യിൽ ചെല്ലുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ചെന്ന അന്നത്തെ ദിവസം തന്നെ വാവനെ കയ്യിലാക്കിയായിരുന്നു കേട്ടോ. നമ്മ അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. വിശന്നിട്ട് പാടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കുഞ്ഞാ ഭാവി. അപ്പോൾ നമ്മതാ നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ മൂന്നാർക്കാണ് പോകുന്നത്. ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇക്കാകയാണ് കേട്ടോ. ഞാനപ്പോൾ വൊമിറ്റ് ചെയ്ത് കാറിൽ കിടന്നുറങ്ങുമായിരുന്നു. ഫുഡ് കഴിക്കുക, വൊമിറ്റ് ചെയ്ത് കളയുക, ഫുഡ് കഴിക്കുക, വൊമിറ്റ് ചെയ്ത് കളയുക, ഇതാ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കുഞ്ഞിലേ മുതൽ കാറിൽ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. ഇതിൽ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ വൊമിറ്റ് ചെയ്ത് ഞാൻ എഡങ്ങേറായിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ഗൈസ് ഞാൻ നോണാവുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം കാറിൽ ഞാൻ സ്ലീപ്പിംഗ് ആയിരുന്നു ഗൈസ്. പിന്നെ സൈലന്റ് വാലി കാണുന്നുണ്ടായിരുന്ന ചേച്ചിയുടെ ഞങ്ങളുടെ അതിമനോഹരമായ ആഗ്രഹം പകുതി വെച്ച് ഡ്രോപ്പായിട്ടോ. കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നേരത്തെ വിളിച്ച് പാസ്സൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. സൈലന്റ് വാലി കാണാനുള്ള ആഗ്രഹം പിന്നൊരിക്കലാകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്ന് ഒരു 6 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ചേച്ചിയുടെ വീട് പൊന്മുടിയിലാണല്ലോ. അവിടെ നിന്ന് നമ്മൾ ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നിൽക്കുന്നത് അടിമാലിയിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട് ചിറയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് വാങ്ങിച്ച ഫുഡ് പാഴ്സലുമാക്കി. കാരണം ഞാൻ അധികം കഴിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഇത് നമ്മുടെ അടിമാലി ടൗൺ ആണ് കേട്ടോ. ഇവിടേക്ക് അത്യാവശ്യം ഇരുട്ടായിരുന്നു. അധികം വണ്ടികളുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, വല്ല ആനയെങ്ങാനും വരുമോ എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോന്നു.
കരിക്ക് കുടിക്കാൻ നിർത്തി. കരിക്കെപ്പോഴും നമ്മുടെ യാത്രയിൽ ബെറ്റർ ആണല്ലോ, ക്ഷീണമൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ടും. പിന്നെ വെള്ളമല്ലേ ശരീരത്തേക്ക് ചെല്ലുന്നത്. നിൻ്റെ കരിക്കിനേക്കാൾ വലിയ കരിക്ക് എനിക്ക് കിട്ടി എന്നുള്ള സന്തോഷമാണ് ഇവിടെ നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അടന്നില്ലേ അങ്ങനെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ്. നമ്മുടെ നാട്ടിലെത്തി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇക്കാക്കാണ്ട് പറഞ്ഞു ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. അപ്പം ഇക്കാക്ക് അത്ഭുതം, നീ എന്താ ആലുവ മണപ്പുറത്ത് ഇതുവരെ വന്നിട്ടില്ലേന്ന്. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് എൻ്റെ ഫേസിൽ തന്നെ കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിക്കുന്നത്. നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ട്. ഫേസും മുഖമൊക്കെ ആകെ ചിപ്പറയായിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ടാറ്റാ.